ശ്രീ ആർ ബാലകൃഷ്ണനുള്ള സ്വന്തം മകനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് താങ്കളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കൂ. ആദ്യം താങ്കളുടെ മനസ്സിൽ തന്നെ എന്താവും? ഞാൻ ആവർത്തിക്കുന്നില്ല, ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ മനസ്സിൽ എന്താവും ഒരച്ഛൻ മകനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? വേറെ ഏതെങ്കിലും കുടുംബത്തിൽ വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ? ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറയല്ല, അദ്ദേഹം അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം, അല്ലേ? ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയല്ല, എന്നെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. രണ്ടാമത്തേത്, ശ്രീ വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹത്തെ കാമഭ്രാന്തനെന്നും അതിനപ്പുറത്തേക്ക് പല പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞരമ്പ് രോഗിയെന്നും പരസ്യമായി ഒരു പിതാവിൻ്റെ പ്രായമുള്ള ഒരാളിനെ, ഒരു പൊതുപുത്രനെ സംബന്ധിച്ച് അദ്ദേഹം എന്തു പറയുമ്പോഴും CPM ഉന്നതനായ നേതാവായിരുന്നില്ലേ? അദ്ദേഹത്തെ ആക്ഷേപിച്ച ഞാനല്ലല്ലോ. അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പല്ലേ? ഇതിനൊക്കെ അപ്പുറമല്ലേ ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തത്? ഇത്രയും നീതിമാനായ ഒരു മനുഷ്യനോട് ലോകം, മലയാളികൾ എവിടെയുണ്ടോ ആ മലയാളികളെല്ലാം ഏറെ അംഗീകരിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന, ആദരവ് ഇത്രയേറെ കിട്ടിയുള്ള ഒരു മനുഷ്യനെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ അദ്ദേഹം വന്ധ്യവയോധികനായ നേതാവ്, അങ്ങനെ നമുക്ക് പറയാം, 70 കഴിഞ്ഞ ഒരു നേതാവിനെ ലൈംഗിക അപവാദ കേസിൽപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കാലം അതിന് മാപ്പ് കൊടുക്കുമോ?